കാർത്തിക. അർഹമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടും. സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഉദ്യോഗ മാറ്റമുണ്ടാകും. എന്താണ് ഈ മറ്റേ സിനിമയുടെ പരസ്യം പിന്നെ ഈ നക്ഷത്രഫലം മാത്രം വായിക്കുള്ളൂ? ഫ്രണ്ട് പേജ് വായിക്കണം. അപ്പോഴാണ് ലോക വിവരം ഉണ്ടാവുള്ളൂ. നാളെ ഒരു സർക്കാർ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കണ്ടല്ലേ? ആ പെണ്ണ് നോക്കി നോക്ക്. ഇപ്പൊ നേരം വിളിച്ചാ സിനിമയും നക്ഷത്രഫലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പത്രത്തിന്റെ പിന്നെ അതിലെഴുതിയതൊക്കെ ശരിയാവില്ല. പിന്നെ ഈ പ്രായത്തിൽ ഇനി നാളെ രോഹിണിയോ? അത് കൃഷ്ണഭഗവാന്റെ നാളല്ലേ? അയ്യേ, കൃഷ്ണ ഭഗവാൻ 10,000 പെണ്ണുങ്ങളെ കെട്ടിയിട്ടുണ്ട്. ഇത് അപ്പൂപ്പനെ ഒരാളെ പോലും കെട്ടിയിട്ടില്ല. എന്താ നീ പറഞ്ഞ? ആരാ പറഞ്ഞു 10,000 ഭാര്യമാരാന്ന്? 10,008 ഗോപികമാര് ഭഗവാൻ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടിരുന്നു. അതും തെറ്റാ. 16,008 അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു. അല്ല, 16,008 പറഞ്ഞ 16,008 കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. പിന്നെ രാധ എന്ന് പറയുന്ന ഒരു കളിത്തോഴി ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചത് രുക്മിണി സത്യഭാമ പറഞ്ഞ 2 പേരെയാണ്. അത് കഴിച്ചു. ഒരാളെ പോലും കഴിച്ചില്ല. അത് ഈ ജനിക്കുന്ന സമയത്തിന്റെ ഒക്കെ മാറ്റങ്ങളായിരിക്കും അല്ലേ? ശരി, ഞാൻ വായിക്കാം. കുടുംബത്തില് സ്വസ്ഥതക്കേട്, ആശുപത്രി വാസം, അപകടം. ആർക്ക്? വീട്ടിലങ്ങനെ ഒതുങ്ങിയിരിക്കണം. എനിക്കപ്പനി അപകടം ഉണ്ടാവാൻ പോണത് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ തന്നെ അറിഞ്ഞൂടാ അത് കള്ളത്തരാന്ന്. നീ അത് മാറ്റി വെച്ചിട്ട് വേറെ വായിക്കും. കുടുംബത്തിന് സ്വസ്ഥതക്കേട് ഉണ്ടാവൂട്ടോ. അങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ല. അതിലെഴുതിയതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ എന്താന്ന് അറിയാം? രോഹിണിയുടെ നക്ഷത്രത്തിലുള്ളത് നാളത്തെ ദിവസം അത് മകീരത്തിലേക്ക് ആക്കും. അങ്ങടും ഇങ്ങടും മാറ്റി എഴുതി കാശുണ്ടാക്കാൻ. ശത്രുദോഷം, കാര്യപരാജയം. മോശമായിട്ടോ ഈ ആഴ്ച. ഹലോ. അതിലെപ്പ നോക്കിയാലും അങ്ങനെ. ഹലോ, കേക്കാമോ നടരാജാ? എടാ, നീ എന്തിനിങ്ങനെ മിസ് കോൾ അടിക്കുന്നേ? മീറ്റിങ്ങോ? 6-ാം തീയതി 4 മണി. എടാ, 6-ാം തീയതി 4 മണിക്കല്ലടാ, 4-ാം തീയതി 6 മണിക്ക്. പൊട്ടാ. ശരി ശരി ശരി. ഇങ്ങനെ ഒരു മുതല്. ഇങ്ങനെ പാർട്ടിക്കാരെ സമ്മതിക്കണ വേറെ 160 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ 3 മാസം ഉപയോഗിക്കാം ഫോണിൽ അല്ലേ? ആ സമയത്താണ് ഈ മിസ്ഡുകൾ അടിക്കാനും കൂടി കാശില്ല പറയും. അതെ അമ്മാവ, ഞങ്ങളെ ജനങ്ങളുടെ ഖജനാവിൽ നിന്ന് കൈയിട്ട് വരാറില്ല കേട്ടോ. പറയണ ഒരാള് കാഷ്ടത്തിലെ കാശ് കണ്ടാ നക്കിയെടുക്കും. പിന്നെ നിന്റെ അമ്മ പറഞ്ഞത് അമ്മ കളിച്ച തമാശയല്ലേ? അത് നിങ്ങൾ കുടുംബക്കാർക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. ഡാഡിയുടെ നാള് നീ പോച്ചേ. സത്യക്രിസ്ത്യാനിയായ നമുക്ക് ഇതൊന്നും ഇല്ല. നാളും ജാതകമൊന്നും. ഈ പൂരം എന്നൊക്കെ പറഞ്ഞ പൊടി പൂരാണല്ലോ. അതെ, തെറ്റിണ്ടാവും. ചതയാവുന്ന ആള് ചതഞ്ഞു കിടക്കുക ജീവിതം. ഞാൻ ഇവിടെ വന്ന് പെട്ട് ചതഞ്ഞു പോയതാ ഈ കുടുംബത്തിൽ. ശത്രുദോഷം, കാര്യപരാജയം, കുടുംബത്തിൽ സ്വസ്ഥതക്കേട്, ആശുപത്രിവാസം, അപകട സാധ്യത. അതെങ്ങനെയത്? ഇപ്പൊ എന്റെ നാട്ടില് വന്ന അതേമാതിരി തന്നെയാണല്ലോ മറ്റേ അപകടവും ആശുപത്രിവാസമൊക്കെ ബനി വന്നേക്കണത്. അത് ഒരേ സംഭവം. അതെങ്ങനെ 2 നാളില് ജനിച്ചവർക്ക് ഒരേ സംഭവം? ഇതിപ്പോ എന്റെ നാളില് വന്നത് അടുത്ത ആഴ്ച എന്റെ നാളില് വരും. അതെടുത്തിട്ട് നേരെ എന്റെ നാളിൽ എഴുതും. ഇനി അടുത്ത ആഴ്ച എന്റെ നാളിൽ പറഞ്ഞാൽ അതിന്റെ അടുത്ത ആഴ്ച എവിടെയിൽ പോകും, അമ്മാനും അക്കളീരയിൽ പോകും. ഇതിങ്ങനെ ഇങ്ങനെ മാറ്റി മറിച്ച് എഴുതിയിട്ട് ജനങ്ങളെ പറ്റിക്കുക. അല്ലാണ്ട് ഇതിലൊന്നും വിശ്വസിച്ചിട്ട് കുന്തം ഓടി അവിടുന്ന്. കുടുംബക്കാരെല്ലാം കൂടി ഒരു ചർച്ച. ഞങ്ങളെ ഒരു ആനയെ വാങ്ങിച്ചാ ഇവിടെ എവിടെ കെട്ടാന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കേ. ആനയാക്കിയാ വാരഫലം നോക്കുവാ. വാരഫലം. ആരാ വാരഫലം മൊത്തത്തില് നോക്കിയാ? ഒരു കാര്യം ചെയ്യ്, അമ്പലമ്മന്റെ നാളെ ഏതാ? അമ്പലമ്മന്റെ നാളെ പെരുന്നാള്. ഞായറാഴ്ച. അമ്മാവോ, എന്തമ്മാവാ ഇവ ഇങ്ങനെ? അതന്നെ ഇപ്പൊ ഞാനും ആലോചിക്കും. എന്താ തങ്കപ്പ ഇങ്ങനെ? അത് ഞാൻ ഉത്തരം കിട്ടാത്തൊരു സമസ്യയാണ്. ഒരുപാട് അന്വേഷണം. എന്റെ യോഗ അല്ല എന്താ പറയാ? ഇതിനകത്ത് ഞാൻ എന്തിരുന്നട്ടാ ഒന്നും എല്ലാം കഴിക്കാൻ നോക്ക്. വാ, ഗ്ലാസ് എടുക്ക്. ഞാൻ എടുക്കണം. ഇപ്പൊ ഇങ്ങനെ വട്ടാണ്. ഇപ്പൊ ചായ തന്നേളൂ. അതിന്റെ പുറമെ ഇനി തിന്നാൻ നോക്ക്. ഇതെന്താ കുടിയും തിന്നിലും മാത്രം വെറുതല്ല ചക്കപ്പോത്ത് പോലെ ആവണം ഓരോന്ന്. എന്നെ വിളിച്ചെന്തായാലും തിന്നാൻ കൊടുക്കേ. എടി കൊച്ചേ, ഭക്ഷണം കഴിക്കാൻ വാ. അവൾക്ക് അല്ലെങ്കിൽ കളി തുടങ്ങിയ ഭക്ഷണം വേണ്ട. ഒഴിവുള്ള ദിവസമായ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. അതെ, എന്നിട്ട് അവൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവാൻ നോക്കുന്നുണ്ടോ? ഈ കൊല്ലം ചിലപ്പോ മാറും കിട്ടുന്ന പറഞ്ഞേ. ശരിയാണ്, ഇവരിവിടെ താമസിക്കല്ലോ, പിന്നെ അവരിവിടെ ഒന്ന് താമസിക്കും. അപ്പൊ എന്റെ വീട് പണി കഴിഞ്ഞ് അങ്ങോട്ട് മാറില്ലേ? അല്ലെന്നേ, അമ്മളിക്കുട്ടിന്റെ പൈസ ഇല്ലാന്നോ, അതുകൊണ്ട് വീട് പണി നിർത്തി വെച്ചേക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചില്ല കേട്ടോ.
എന്നാലും ഇപ്പൊ അവൻ പെട്ടെന്ന് സ്ഥലം മാറിയിട്ട് വരുമ്പോ ഇപ്പൊ വല്ല വാടക വീട്ടിലേക്ക് മാറാണ്ടിരിക്കോ? കൂട്ടുകാരില്ലെന്നല്ലേ? മാറുമായിരിക്കും. എന്നൊന്നും എന്നോടൊന്നും പറഞ്ഞില്ല, ഉദ്ദേശിച്ചതാ. അല്ല, മാറിയില്ലെങ്കിൽ പിന്നെ ഇപ്പൊ അവര് മാറുന്നവരെ കുറച്ച് ദിവസം അമ്മയും കനാനും ഇവിടെ നിൽക്കട്ടെ. ഇവിടെയോ? ബെസ്റ്റ്. ക്ലീറ്റോന്റെ അടുത്തല്ലേ, നല്ല രസമായിരിക്കും. പിന്നെ യുദ്ധം കാണാൻ പുറത്തൊന്നും പോണ്ട. ഇവിടെ എന്റെ ക്ലീറ്റസിന് എന്തത് ആരുടെയെങ്കിലും നെഞ്ഞത്ത് കയറണമെന്ന് നിർബന്ധം? ഇപ്പൊ അത് അവന്റെ നെഞ്ഞത്തായി. അല്ലിപ്പോ വെറുതെ ഒരു നാളിന്റെ കാര്യം പറയുമ്പോഴേക്കും എല്ലാം പിടിച്ചു വലിച്ചിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിന്റെ സ്വഭാവം അതല്ലേ. എനിക്കിപ്പോ അത് കണ്ടില്ലെങ്കിൽ ടെൻഷനാ. എന്നെ എഴുതണം കൊടുത്തോണ്ടിരുന്നു. ഏതൊരു വണ്ടി? ഞാൻ നോക്കട്ടെ. ഇത് കഴിച്ചിട്ട് വന്നോ? ഞാൻ നോക്കാം. നമസ്കാരം. എന്ത് പറ്റി വഴിക്കൊക്കെ? എനിക്ക് ആ ക്ലീറ്റസിന് അത്യാവശ്യം കാണണം. ആണോ? എന്തായാലും മുതലാളി വന്ന സമയം കൊള്ളാം. അതെന്താ? എൻ്റെ മാമൻ അവിടെ, പുള്ളിക്കാരൻ നല്ല വ്യക്തിയാണ്. എന്താ കുടുംബക്കാരന്? പേര് വന്നിട്ട് അഴകേശൻ. അഴകേശൻ. ആ, അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു ഞാൻ പരിഹാരം ഒന്ന് കണ്ടേച്ചോ. പുള്ളിക്കാരൻ. എന്നെ അറിയാവല്ലോ. അറിയാം, സുരേന്ദ്രൻ മുതലാളിയല്ലേ? ആ, അപ്പൊ പേരൊക്കെ അറിയാം. വലിയ വലിയ മുതലാളിമാരാകുമ്പോ നമുക്ക് പേരൊക്കെ അറിയാലോ. ഞാൻ വന്നത് അറിയാം. ക്ലീറ്റസ് കുറച്ച് കാശ് തരാനുള്ളതല്ലേ, അതെങ്ങനെയെങ്കിലും പറഞ്ഞ് മേടിച്ച് തരാൻ മുതലാളി. കാശിന്റെ കാര്യമല്ല. അല്ലേ? പിന്നെന്താ മുതലാളി? എനിക്ക് പ്രായമായി വരികയല്ലേ. ഓ, എന്റെ ബിസിനസ്സുകളെല്ലാം നോക്കി നടത്തുന്നത് അവനാണ്. ആരാത്? എന്റെ മരുമകൻ. ഓ ഓ ഓ. അവൻ എന്നെ പോലെ അത്ര സൗമ്യനല്ല. ആ, ആളൊരു ശകലം തീപ്പൊരിയ. അയ്യോ, ഈ തീപ്പൊരി പോലുള്ള ആൾക്കൊക്കെ മകളെ കെട്ടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഇന്നത്തെ കാലമല്ലേ, ലവ് മാരേജ്. സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, എന്നെ പോലെ സൗമ്യനല്ല, തീപ്പൊരിയ. എന്നെ പോലെ കുടുങ്ങിയതാ, പ്രേമിച്ചു കുടുങ്ങിയതാ. അല്ല മുതലാളി, ഇതെന്താ ഇവിടെ വന്ന് പറയാൻ കാര്യം? ഇവിടെ വന്ന് പറയാൻ കാര്യമുണ്ട്. ഓ, ഇവിടുത്തെ ക്ലീറ്റസും എന്റെ മരുമകനുമായി സാമ്പത്തികപരമായി ഒന്ന് ഉരസി. എന്താ കാര്യം? എന്താ? എന്തോ പാർട്ടി ഫണ്ടോ എന്തോ പറഞ്ഞ് അവന്റെ അടുക്കൽ കുറച്ച് പണത്തിന് തന്നു. അവനാള് തീപ്പൊരിയാന്ന് പറഞ്ഞല്ലോ, എന്നെ പോലെ സൗമ്യനല്ല. അവൻ കൊടുത്തില്ല. അവന്റെ പാറമ്പട പൂട്ടിക്കുമെന്നും പറഞ്ഞാണ് ഇപ്പൊ ക്ലീറ്റസ് നടക്കുന്നത്. അതും പോരാത്തതിന് കുബേരാന്നും പറഞ്ഞ് എന്നെ അകത്തിടാനും നോക്കും. സംഭവം തീപ്പൊരിയാവും. എന്റെ കയ്യിലെ പണം വാങ്ങിച്ചോണ്ടാണ് ഈ തോന്നിവാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നെ പോലെ അല്ല എന്ന് പറഞ്ഞല്ലോ. അവൻ തീരെ വഷള. അവന്റെ ഗുണ്ടകളായിട്ട് വന്ന് പൂശും. താങ്കളൊരു മെമ്പറല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ആവട്ടെ. എൻ്റെ പൊന്നമ്മാവ, ഇവൻ എന്തിൻ്റെ കേടമ്മാവ. ഇപ്പൊ വന്ന് സംസാരിച്ചിട്ട് പോയില്ലേ? ഇങ്ങനെ പോലെ അല്ല ഇങ്ങനെ മരുമാൻ. മഹാത്മാടിയാണ്. എപ്പോഴും ഒരു 10 പേര് കൂടെ കാണും, അടിയാൾ പോലെ നല്ല തടിച്ചിട്ട്. ഒരു വണ്ടി പോയല്ലേ, ഒരു വണ്ടി ഫ്രണ്ടിൽ ഒരു വണ്ടി ബാക്കിൽ, അങ്ങനെ എസ്കോർട്ട് പോയിട്ട് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവന്റെ അടുത്താണ് ഇവൻ ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമാവ. ആരെ പറഞ്ഞ് മനസ്സിലാക്കണേ? അവൻ ഈ ജന്മത്തിന് നേരാവില്ല. ഞാനെന്തിനാ കിടക്കണം? ഞാൻ എന്റെ വീട്ടിൽ പോവാ. ചെന്ന് പോയി കേടി നടക്കും. ഓരോരോ വണ്ടി വലി വന്നിട്ട് എന്തിനാ ബാക്കിയുള്ള ഓരോന്ന് അനുഭവിക്കാൻ നിൽക്കണ്? ഇവിടെ കണ്ണാടി വെച്ചാണോ? കഷ്ടമുണ്ട്. അമ്മാവനും കൂടി ഈ സമയത്ത് ഉപേക്ഷിച്ചു പോയി ഞാൻ എന്ത് ചെയ്യും? അതെ, എനിക്ക് പറ്റില്ല ഓരോ വണ്ടി വലി എടുത്ത് തലയിൽ വെക്കാൻ. സുരേന്ദ്രൻ മോലാളിയുടെ കാര്യം ഞാൻ അമ്മാവനോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതെ, പറഞ്ഞിട്ടുള്ളപ്പോ അതല്ലല്ലോ. അവൻ വേണ്ടി ഈ പാർട്ടിക്ക് വേണ്ടിട്ട് അവരുടെ കോരയൊക്കെ പൂട്ടിക്കാൻ പറഞ്ഞ അമ്മാവനെ പേടിയുണ്ട് ക്ലീറ്റോനെ അമ്മാവൻ പറഞ്ഞ കേൾക്കും. ഞാൻ പറഞ്ഞ അവൻ കേക്ക്. ഇന്ന് വരെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടിട്ടുണ്ടാ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയണേ? എന്ത് ചെയ്താലും വേണ്ടില്ല. ഇനി ഞാൻ ഇങ്ങടില്ല. എപ്പോ വന്നാലും ഞാൻ രണ്ടാളുള്ളപ്പോ തർക്കം തീർക്കാൻ വരുന്ന ഒരു കാര്യം. ഇപ്പൊ ഒറ്റയ്ക്കല്ലേ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതി വരുമ്പോ ഇപ്പൊ നാട്ടുകാരൻ നെഞ്ഞത്തായി അവൻ. അല്ല, എന്റെ പണി എന്താ? ഞാൻ അറിയാണ്ട് വെക്ക. കഷ്ടമുണ്ട് അമ്മാവ. ഈ ഒരു പ്രാവശ്യം കൂടി അമ്മാവൻ ക്ഷമിക്ക്. പറ്റില്ല. എനിക്ക് അവന്റെ വർത്താനം കേട്ടപ്പോ കണ്ട ആ താക്കീത് സമാധാനം തരില്ലല്ലോ ഈശ്വര. എന്താ അത്? അയ്യോ, വേദന ഉണ്ടോ? അവൻ ഇവിടെ ഇല്ല പറഞ്ഞു. അയ്യോ
മുഖംമൂടി ആക്രമണം വളരെ കഷ്ടപ്പെട്ട രക്ഷപ്പെട്ടത്. മുഖംമൂടി ആക്രമണം? മുഖംമൂടി ആക്രമണം ആരാത് ചെയ്ത്? മുഖംമൂടി ഇട്ടിരിക്കല്ലേ, അതുകൊണ്ട് ആരാ ചെയ്തെന്ന് അറിയാൻ മേല. എന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വല്ല ആശുപത്രിയിൽ കൊണ്ടുവരുന്നില്ലേ? എന്റെ അമ്മാവ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഒന്നുമില്ല. എന്താ ഈ പറയുന്നത്? അവരെ നല്ല മര്യാദയുള്ളവരാണ്, നല്ല ബെസ്റ്റ് ഗുണ്ടകളാണ്. എന്താ ഈ ചെക്കൻ പറയുന്നത്? മുഖം ഇങ്ങനെ തേങ്ങ ചിറകിയ പോലെ ആക്കിയിട്ടാണ് അവര് ഡീസന്റ്. മുഖത്ത് മാത്രമല്ല ദേഹബോധം അവർ ചെയ്തിട്ടില്ല. എന്തുണ്ടായി അത് പറ. ഞങ്ങൾ നോക്കുമ്പോ ഈ മുഖത്തിന്റെ ചെവറിലിട്ട് ഇങ്ങനെ ഇട്ട് ഉറക്കുകയാണ്. പിന്നെ ഈ കയ്യിൽ ഇങ്ങനെ വളച്ച്. എടാ ഇങ്ങനെ അവരിതൊക്കെ ചെയ്യുമ്പോ നിങ്ങൾ എന്താ ചെയ്തിരുന്നത്? ഞങ്ങൾ ഒളിച്ചിരിക്കായിരുന്നു. അതല്ലേ ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റിയത്. നല്ല ബെസ്റ്റ് കൂട്ടുകാര്. പിന്നെ ഇതിൽ വലിയൊരു അടി വന്നപ്പോ ക്ലീറ്റസ് ഞങ്ങളായിട്ട് ഓടിയതാണ്. ഞങ്ങൾ ഒളിച്ചിരുന്നോണ്ട് ഞങ്ങളുടെ തടി കഴിച്ചില്ലായി. തടി കഴിച്ചില്ലാവുന്നൊന്നും വിചാരിക്കണ്ട. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ക്ലീറ്റസിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. പറ്റിയത് ഇനി അധികം വരാൻ പറ്റില്ല. ചെല്ല് കോറി പൂട്ടാൻ ചെല്ലടാ. ഇതിലും വലുത് നടക്കും ഇനിയും. പിന്നെ തങ്കം എന്തായാലും അവന്മാര് ഡീസന്റ് ആണ്. ഞങ്ങൾ നോക്കുമ്പോൾ തല്ലുന്നതിന് മുന്നേ ഇവന്റെ മൊബൈലും കണ്ണടയൊക്കെ വാങ്ങിച്ച മതിലിന്റെ മേലെ വെച്ച്. അതുകൊണ്ട് ഇത് എനിക്ക് എടുക്കാൻ പറ്റും. ഇതായത് പിടിച്ച ഞങ്ങൾ എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ലേ? ആ സുരേന്ദ്ര മുതലാളിയുടെ മരുവന്റെ കോറി പൂട്ടിക്കാൻ ചെന്നോണ്ടല്ലേ ഈ കൊലത്തിലായത്. അത് ഞങ്ങൾ പൂട്ടിക്കും കോറി. നിങ്ങൾ പൂട്ടിക്കും. നിങ്ങൾ പോരായിരുന്നു. പൂട്ടും. നടക്കാവിടെ. ഞങ്ങൾ ഈ ഓട്ടോയിലും അപ്പൊ ഓട്ടോയുടെ പൈസ ഇപ്പൊ തന്നെ കിട്ടും. നാടുകാരൊക്കെ നടക്കുക. അത് ശരിയാണ്. ഇങ്ങോട്ട് കേറി ഇരി നടരാ. നമുക്ക് അങ്ങോട്ട് പോയി. അതെ വീശി കൊടുത്ത് വെള്ളമൊക്കെ കൊടുക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിട്ട് സമരത്തിന് പോയിട്ട് വന്നേ. എഴുന്നേക്കാൻ നോക്കട്ടെ കാണിക്ക്. തലയൊരു ചെറിയ തട്ട് പറ്റിയിട്ടുണ്ടോ? തോല് മുഴുവൻ പോയേക്കണട്ടാ. നല്ല പണി അറിയണവരാ പണി കൊടുത്തേക്കണത്. കഴുത്ത് പോണം, അതാ ഞാൻ പറയണത്. ആരാന്ന് വല്ല ഒരു സംശയം എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ അറിയാം അമ്മാവ? ചുറ്റും ശത്രുക്കളല്ലേ. അതുണ്ടാവും. സ്വഭാവം നന്നാവണം. പിന്നെ എന്റെ ബലമായ സംശയം കുറെ നാളായിട്ട് എനിക്കിപ്പോ ഇവിടെ ഒരു മുഖ്യ ശത്രു ഒരുത്തനേ ഉള്ളൂ. അവൻ ആര്? അപ്പുറത്തുള്ളവൻ. ഞാനൊരു ഒറ്റ ഇടിയേണ്ടി വരും. അവനത്ര ഇതേ വേറെ ആരുമല്ല. ആ സുരേന്ദ്ര മുതലാളിയുടെ മരുവല്ലേ ആ കോറി കമ്പനിയൊക്കെ ഉള്ളത്. അവന്റെ ഗുണ്ടകളാ. ഇന്നിവിടെ വന്നിരുന്നു. എന്നിട്ട് നേരാമണ്ണം നടന്നില്ലെങ്കിലേ കാല് തല്ലി ഓടിക്കുന്ന പറഞ്ഞിട്ട് പോയി. അയ്യോ, നീ എന്തിനാണ് അത് പൂട്ടിക്കാൻ പോയത്? അത് പാർട്ടി ഫണ്ടിലേക്ക് പൈസ വെച്ചിട്ട് അയാൾ തന്നില്ല. കുടുംബത്തിലല്ലോ. വലിയ കാര്യമായി പോയി. നിങ്ങൾ ആ സുരേന്ദ്ര മുതലാളിക്ക് എത്ര കൊടുക്കാനുണ്ട്? അതിന് ഇടയ്ക്ക് തരും, പിന്നെ വേണ്ടെന്ന് പറയും. അതുകൊണ്ട് ആണോ? എന്നിട്ട് ആ മനുഷ്യന്റെ കുബേരാന്ന് പറഞ്ഞ അയാളെ പിടിച്ച നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ വിചാരം? അതെ ഇങ്ങനെ വെറുതെ ഇപ്പൊ ഇങ്ങനെ ആക്കല്ലേ. ഇങ്ങനെ വെച്ചോണ്ടിരുന്ന രാവിലേക്ക് ഇങ്ങോട്ട് നീരെടുക്കുക. നീര് വരട്ടെ, നീര് വന്ന് ഇവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. അതെ നമുക്ക് ഡോക്ടറെ അടുത്തൊന്ന് പോയാലോ? ആശുപത്രി പോടാ. ഇതേ ആൾക്കാരൊക്കെ അറിഞ്ഞ മോശമാവും. ഇവിടെ വേദന ഉണ്ടോ? അവിടെ ഇല്ല. അതെ ഇതിങ്ങനെ വിട്ട് ഞാൻ കരകനെന്ന് വിളിച്ചു വരട്ടെ. ഓരോരോ പണിക്കിറങ്ങിട്ട് നോക്കട്ടെ, കാണിച്ചേ. കഷ്ടം ക്ലീറ്റോ. അല്ല അതെ, നീ അമ്മാവനൊന്ന് വിളിച്ചേ. കനകളിൻ്റെ ഇതൊന്നും പറയില്ലെന്ന് അമ്മാവനൊന്ന് വിളിക്ക്. എല്ലാവരോടും പറയണം. അങ്ങ് പറയ ആളിയനൊക്കെ അറിഞ്ഞ ശരിയാവൂല അത്. ക്ലീറ്റോനെ ക്ലീറ്റോനെ ഞാനൊരു കടലാസി പൊതിഞ്ഞ് എന്റെ ഉള്ളിൽ വെക്കട്ടെ, പുറത്ത് പോവാതിരിക്കാവോ? നീ എല്ലാം അങ്ങ് കൊല്ലു തങ്കം. നീ അമ്മാവനൊന്ന് വിളിക്ക്. അമ്മാവനോട് പറയാ ആളിയനെ വിളിച്ചത് പറയില്ലെന്ന് പറയും. പറയൂ തങ്ക. വെള്ളം എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, എനിക്ക് ഇച്ചിരി മനസമാധാനം വേണം. മനസമാധാനം അളിയനൊന്ന് വിളിക്കല്ലെന്ന് പറ. അയാൾ വിളിക്കിപ്പോ. അമ്മാവാ ഇവിടെ പോയി. അമ്മാവാ അമ്മാവോ ഇങ്ങോട്ടൊന്ന് വന്നേ. ക്ലീറ്റ അമ്മാവൻ ഇവിടെ ഇല്ലല്ലോ. നീ നോക്ക് തങ്ക. ആ അമ്പിളിയുടെ വീട്ടിലെല്ലാം പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഇപ്പൊ അവനോടാ വലിയ താല്പര്യം. അമ്മാവാ മുതലാളിനെ പാറക്കോറി കൂട്ടിക്കാൻ അങ്ങനെ ഇറങ്ങിയ മനസ്സിലായോ?
ഒരു വണ്ടി വന്നു 3-4 പേരെന്നെ ആറ്റി സുരേന്ദ്രമാരുടെ മരുവന്റെ ഗുണ്ടകളാണ് ഈ കോറി പൂട്ടിക്കോടാ പന്നിന്ന് പറഞ്ഞില്ലേ ഡാഡി അയ്യോ അത് ഡാഡി ഒരു പട്ടി ഓടിച്ചതാ മക്കളെ. അപ്പനെ കണ്ടാവില്ല എവിടെയല്ലോ. ഇല്ല. അയ്യോ, പട്ടി കടിച്ചോ? പട്ടി മാറ്റി. ദൈവമേ. ഇതാ അപ്പൂപ്പൻ. എന്താ പറ്റിയെ? അവിടെ ഇരിക്ക്. എന്താ പറ്റി? ഇതെന്താ പറ്റിയെ അമ്മ? എന്താ തുപ്പ? ഫോൺ ചെയ്യാൻ വേണ്ടിട്ട് അമ്മാവൻ അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങിയതാ. ഏതോ വണ്ടി വന്ന് ക്ലീറ്റോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് പോയി. ഒരു കറക്കം കറങ്ങി ഇതേ മുറ്റത്ത് കൊണ്ടിട്ടിട്ട് പോയി. വണ്ടിയിലിട്ടിട്ട് നല്ല കുത്തുകുത്തിയടാ. അപ്പൊ ക്ലീറ്റോ അല്ലാന്ന് പറയായിരുന്നില്ലേ അമ്മാവന്? എന്നോട് ക്ലീറ്റോ ആണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ക്ലീറ്റോന്റെ അമ്മാമനാന്ന് പറയാം. ക്ലീറ്റോന്റെ ഞാൻ ക്ലീറ്റോ എന്ന് പറയുമ്പോഴേക്കും വായ പൊത്തിയിട്ട് വണ്ടിയിലേക്ക് അങ്ങോട്ട് എടുത്തു. അപ്പൊ തുടങ്ങിയ അടിയാണ്. വണ്ടി റൗണ്ട് അടിച്ച് കൊടുത്ത് നിർത്തിയപ്പോഴാണ്. അവരെന്താ പാറമടക്കോറിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായല്ലോ. സുരേന്ദ്രമാലാളുടെ മരുവിന്റെ ഗുണ്ടകളാടി. ഇനി കോറി പൂട്ടിക്കാൻ എങ്ങാനും ഇറങ്ങി അളക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഇടിയോടി ഇടി. അയ്യോ അപ്പൊ കർത്താവ് പിന്നെ എന്നെ തല്ലിയതാര്? അല്ല അതാരാ? ആരായാലും എന്താ, ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യായേ. എന്ത്? ഇന്ന് രാവിലെ വാരവലം വാങ്ങിച്ചപ്പോ 2 ആളടുത്ത് ഞാൻ പറഞ്ഞതാ ആശുപത്രിവാസവും അപകട സാധ്യത ഉണ്ടെന്ന്. അപ്പൊ ആരും വിശ്വസിച്ചല്ലോ. ഇപ്പൊ എന്താ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആശുപത്രി പോയി കിടക്കാടാ. ഞാനില്ല. എടാ നീ വാരവലത്ത് പറഞ്ഞ പോലെ നമ്മളെങ്ങാനും ബോധം കെട്ട് പോയി കിടക്കേണ്ടി വരും. അതിന്റെ ഒപ്പം പോവാടാ. ഞാൻ ബോധം കെട്ടാൽ ഇവിടെ കിടന്നുള്ള ആശുപത്രി വരെ ഞാൻ ഇല്ല. നാണക്കേടാമാവാ. അല്ല എന്നെ തല്ലിയത് കോറി മുതലാളി സുരേന്ദ്രന്റെ മരുവൻ. പക്ഷെ നിന്നെ തല്ലിയതാരാ? ഞാനും ആലോചിക്കുന്നത് എന്നെ തല്ലിയതാരാ?